പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു 12 കാര്യം, ഈ 12 കാര്യം നമ്മൾ ചെയ്യാതെ പോവരുത്. 12 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെ വിട്ടുപോയാൽ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട 12 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കൂട്ടത്തിൽ ഒരു സ്വലാത്ത് പഠിക്കാം. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? നമ്മളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും 70,000 മലക്കുകളും നമ്മുടെ ഖബറിൽ വന്ന് നമുക്ക് സന്തോഷത്തിന്റെ സമ്മാനങ്ങൾ തരുമെന്നാണ്. അത്രമാത്രം പ്രതിഫലമുള്ള ഒരു സ്വലാത്തു ജിബ്രീൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ ഉൾപ്പെടെ ആ സ്വലാത്ത് ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഖൈറുകളും ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പേര് പ്രയാസപ്പെടും. നമ്മുടെ പ്രവാസികളായ ആളുകൾ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വാപ്പമാര്, നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ സഹോദരന്മാര്, അല്ലാഹു തആല എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അല്ലാഹു പ്രദാനിക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ശവ്വാൽ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. അൽഹംദുലില്ലാ. ഇന്ന് ദുഃഖവെള്ളി എന്നാണ് ഈ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ, അവരുടെ ഒരു ആചാരം, അവരുടെ ഒരു വിശ്വാസം. അതായത് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവരുടെ പള്ളികളിലും അവരുടെ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത് അവരുടെ വിശ്വാസമാണ്. അതുമായി അവർ മുന്നോട്ട് പോവട്ടെ. നമുക്കങ്ങനെ ഒരു വിശ്വാസമില്ല. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലേ, വമാ ഖതലൂഹു വമാ സ്വലബൂഹു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരും കുരിശിൽ തറച്ചിട്ടുമില്ല, മഹാനവറുകളെ ആരും കൊന്നിട്ടുമില്ല. മഹാനവറുകൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഖിയാമത്ത് നാളാകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. മഹാനവറുകൾ ഇവിടെ ജീവിക്കും, ഇവിടെ കല്യാണം കഴിക്കും, മഹാനവറുകൾ മക്കളുണ്ടാകും, ദജ്ജാലിനെ കൊല്ലും. അങ്ങനെ സുന്ദരമായ ഒരു നല്ലൊരു ജീവിതം മഹാനവറുകൾ ഇവിടെ നയിക്കും. മഹാനവറുടെ കൂടെ ലോക മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. അൽഹംദുലില്ലാ, നമ്മുടെ വിശ്വാസം അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് ക്രൈസ്തവ സഹോദരന്മാരുടെ വിശ്വാസം. അതവരുടെ വിശ്വാസം. ആ വിശ്വാസവുമായിട്ട് അവർ മുന്നോട്ട് പോവട്ടെ. നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ വിശ്വാസ ആചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും പരിപാടിയിൽ നമ്മൾ പോകേണ്ടതുമില്ല. കാരണം അത് അവരുടേതായ ആചാരങ്ങളാണ്. അങ്ങോട്ട് പോവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അൽഹംദുലില്ലാ. ഇന്ന് അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ, അല്ലേ? ഇന്ന് മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. പാവപ്പെട്ടവന്റെ ഹജ്ജാണ് വെള്ളിയാഴ്ച ദിവസം എന്നാണ്. ഇന്നത്തെ ദിവസം ഒരു ദുആ നമ്മൾ മറക്കാതെ പറയണേ. ഒരു ദുആ. എന്താണ് ആ ദുആ? മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. ഈ ഒരു ചെറിയൊരു വാക്ക്, ഇതൊരു ദുആയാണ്. ഇതൊരു ദുആയാണ്, ഇസ്തിഗ്ഫാറുമാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട കുറഞ്ഞതൊരു 70 വട്ടമെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുത്തു തരണേ അല്ലാ. വർഹംനാ, ഞങ്ങൾക്കെല്ലാവർക്കും നീ കരുണ ചെയ്യണേ അല്ലാ. വതുബ് അലൈനാ, അല്ലാഹു ഞങ്ങളുടെ പശ്ചാത്താപം തൗബ നീ സ്വീകരിക്കണേ അല്ലാ. ഇതാണ് ഈ ഒരു ദുആ. ഇന്ന് എന്തായാലും വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു കാര്യം ദുആയാണ്. അതുപോലെ ഇസ്തിഗ്ഫാറാണ്. ദുആ ആയിട്ടും ഇസ്തിഗ്ഫാറായിട്ടും ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു വാചകമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 വട്ടം മനസ്സറിഞ്ഞു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രാർത്ഥന ദുആ അല്ലാഹു തആല സ്വീകരിച്ച് നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ, ഒരു 12 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്തേത്,
ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അതുകൊണ്ട് പരമാവധി ദുആ അധികരിപ്പിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ദുആ, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ തേട്ടം അല്ലാഹു തആല കാത്തിരിക്കും, അല്ലാഹു തആല സ്വീകരിക്കും. അതേത് സമയമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷമുള്ള സമയമാവാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ളുഹാ സമയത്തുള്ള, അത് ഏകദേശം ഒരു 10 മണി 11 മണി സമയത്താവാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅ ബാങ്ക്, ജുമുഅക്ക് വേണ്ടിയുള്ള ഉച്ചക്കത്തെ ബാങ്കിന് ശേഷം ഈ ഇക്കാമത്തിന് ഇടയിലുള്ള, ഇപ്പോൾ ളുഹർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 12:30 നമ്മുടെ ഇവിടെയൊക്കെ 12:30. അപ്പോൾ ഇക്കാമത്ത് കൊടുക്കുന്നത്, അതായത് ജുമാ ഖുതുബയും പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുക്കുന്നത് ഏകദേശം 1:10 അല്ലെങ്കിൽ 1:05, 1:10 കൂട്ടാം, 40 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ 3/4 മണിക്കൂറിന്റെ ഇടയിൽ ചെയ്യുന്ന ദുആ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. മറ്റൊരു അഭിപ്രായത്തിൽ ജുമാ നിസ്കാരത്തിന് ശേഷമുള്ള ടൈം, ജുമാ നിസ്കാരം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും പള്ളികളിൽ നിന്നും വീട്ടിലേക്കൊക്കെ പോകുന്ന, ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന ഒരു തിരക്കിന്റെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ ഇരുന്നിട്ട് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്നാണ്. ഉമ്മമാരെ, വീട്ടിൽ തന്നെ നിങ്ങൾ ദുഹർ നമസ്കരിച്ചിട്ട് ദുഹറിന് മുമ്പ് നിങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞ് ദുഹർ നമസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുക, അതിനുശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ വളരെ ഖൈറാൻ. അല്ലെങ്കിൽ ദുഹറിന് മുമ്പ് 2 റക്അത്ത്, പിന്നെ ദുഹർ നിസ്കരിക്കുക, അത് കഴിഞ്ഞ് ദുഹറിന് ശേഷം 2 റക്അത്ത്, പറ്റുമെങ്കിൽ 4 റക്അത്ത് വീതം സുന്നത്ത് ദുഹറിന് മുമ്പും ശേഷവും നിസ്കരിച്ചാൽ അത് വളരെ പുണ്യമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതുക, പിന്നെ ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലുക, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ലവണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം ഏതാണെന്നറിയില്ല, വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള ഒരു ടൈമാണ് എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുന്ന രൂപത്തിൽ ദുആ ചെയ്യുക. പിന്നെയോ, സ്വർഗ്ഗ കവാടം തുറക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് സ്വർഗ്ഗത്തെ ചോദിക്കണം. എങ്ങനെയാ സ്വർഗ്ഗത്തെ ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അറബി അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി. പടച്ചോനെ എനിക്ക് നിന്റെ സ്വർഗ്ഗം തരണേ അല്ലാ, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം എനിക്ക് തരണേ അല്ലാ, പടച്ചോനെ നിന്റെ സ്വർഗ്ഗം എനിക്ക് തരണേ അല്ലാ. ഒരു ദിവസം ഒരു മനുഷ്യൻ 3 പ്രാവശ്യം സ്വർഗ്ഗത്തെ ചോദിച്ചാൽ സ്വർഗ്ഗം തന്നെ അള്ളാഹിനോട് പറയും, പടച്ചോനെ അവൻ എന്നെ ചോദിക്കുന്നുണ്ട്, അവന് നീ എന്നിലേക്ക് കടത്ത് റബ്ബേ എന്ന് സ്വർഗ്ഗം തന്നെ നമുക്ക് വേണ്ടി പറയുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത്, അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അമലുകൾ ഇന്നത്തെ ദിവസം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണുള്ള ബോധ്യമുണ്ടാവണം. നല്ല അമലുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് എന്താണ്? പാവപ്പെട്ടവൻ്റെ ഹജ്ജാണ്. അതുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് പോവുക. ഹജ്ജിന് താമസിച്ചല്ല, നേരത്തെ പോകണം. നമ്മുടെ പള്ളിയിലേക്ക് പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക. ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിക്കുമ്പോൾ അല്പം നേരത്തെ തന്നെ, സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ ആയിട്ട് നേരത്തെ തന്നെ നിസ്കാരപ്പായിലേക്ക് പോയി അവിടെ ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട് പറ്റുന്നതുപോലെ കഴിഞ്ഞുകൂടുക. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ജുമാക്ക് മുമ്പ് തന്നെ നഖം വെട്ടാനുള്ളവരൊക്കെ നഖം വെട്ടുക. ഇന്നലെ വ്യാഴാഴ്ച നഖം വെട്ടാൻ പറ്റിയില്ല, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പും പറ്റുന്നില്ല എങ്കിൽ ഇന്ന് മഗ്രിബിന് മുമ്പെങ്കിലും എന്ത് ചെയ്യുക? ആ നഖം വെട്ടുന്ന ആ ഒരു സുന്നത്ത് കരസ്ഥമാക്കാൻ എന്ത് ചെയ്യുക? നഖം വെട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 പറഞ്ഞല്ലോ. അതിനു വേണ്ടി സ്പെഷ്യലായിട്ടുള്ളതല്ല, എല്ലാ സമയത്തും നമ്മൾ അള്ളാഹിൻ്റെ റഹ്മത്തിന് ചോദിക്കാൻ. പഠിച്ചോനെ നിന്റെ കരുണ തരണേ അല്ലാ, അല്ലാഹുമ്മ അർഹംന. അതാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംന വതുബ് അലൈനാ. അപ്പോൾ ആ ദുആ നല്ലൊരു ദുആയാണ്. ആ ദുആ ഇന്നത്തെ ദിവസം നമ്മൾ പരമാവധി അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ, സ്വതക്ക കൊടുക്കുക. പാവപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതക്ക കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഒരു 10 രൂപ നമ്മുടെ മകൻ്റെ കയ്യിലോ ഭർത്താവിൻ്റെ കയ്യിലോ കൊടുത്തിട്ട് ഇത് പള്ളിക്കുറ്റിയിട്ടേക്കാൻ എൻ്റെ ഉമ്മമാർ പറഞ്ഞാൽ അത് വളരെ ഹൈറാണ്. പിന്നെ വാപ്പമാർ പള്ളിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പൈസ കരുതി പോവുക. അവിടെ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഇങ്ങനെ ബക്കറ്റ് കൊണ്ടുപോകുമല്ലോ, അപ്പോൾ അതിലേക്ക് പള്ളിക്ക് ഒരു സംഭാവന കൊടുക്കാൻ പ്രത്യേകം മറന്നു പോകണ്ട. സംഭാവന എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കാൻ മറന്നു പോകണ്ട. സ്വതക്ക ധാരാളമായി അധികരിപ്പിക്കുക. പിന്നെ ഇസ്തിഗ്ഫാർ ധാരാളമായി പറയുക. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് ധാരാളമായി പറയുക. പിന്നെ ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒന്ന് അല്പം ഭക്ഷണം കൊടുത്ത് അവരെ സഹായിക്കുക. നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോൾ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഒരു 100 രൂപ 50 രൂപ കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കുക. അത് വളരെ പുണ്യം. ഇത്വാം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. അത് മനുഷ്യനാവേണ്ട. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പുറത്ത് വെക്കുക. അത് കിളികൾ വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നായ വന്നോ പൂച്ച വന്നോ കുടിച്ചാൽ അതിനും പ്രതിഫലം നമുക്ക് അല്ലാഹു തആല തരുന്നതാണ്.
പിന്നെ സൂറത്തുൽ കഹഫിൻ്റെ പാരായണം മറന്നു പോകണ്ട. പിന്നെ അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക, അവരുടെ ഖബറുകളിൽ ചെന്നിട്ട് യാസീൻ ഓതുക, ഫാത്തിഹ ഓതിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുക. വീട്ടിൽ ഉമ്മമാരിരുന്നിട്ട് യാസീൻ ഓതിയിട്ട് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കാൻ മറന്നു പോകണ്ട. ഇന്നത്തെ ദിവസം ഒരു യാസീനെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ സ്വലാത്ത് ധാരാളമായിട്ട് പറയുക. നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ അറിയാമല്ലോ. പറയാവുന്ന സ്വലാത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്തായാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ആദമു സ്വലാത്തുണ്ട്, താജു സ്വലാത്തുണ്ട്, കൻസു സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഇബ്രാഹിമിയ, അങ്ങനെ സ്വലാത്തു താജ്, സ്വലാത്തുൽ ഫാത്തിഹ, ഇങ്ങനെ ഒരുപാട് സ്വലാത്തു തിബ്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. അറിയാവുന്ന സ്വലാത്തുകളൊക്കെ പറയുക. ഇന്നത്തെ ദിവസം ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് എന്താണ്, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ്. ഇത് ചൊല്ലിയാൽ ഖബറിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും 70,000 മലക്കുകളും നമുക്ക് സമ്മാനം കൊണ്ടുവന്ന് തരുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സ്വലാത്ത് പറഞ്ഞാൽ എന്ത് കിട്ടും? ജിബ്രീലും 70,000 മലക്കുകളും നമ്മൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സമ്മാനവുമായിട്ട് വരുമെന്നാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ വല്ലാത്ത പ്രതിഫലമാണ്. നമ്മൾ സാധാരണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമല്ലോ. ആ കൂട്ടത്തിൽ അത് ചൊല്ലുന്നതോടൊപ്പം തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടികളിൽ പെട്ട ഒരു സൃഷ്ടിയാണ് ജിബ്രീൽ എന്ന മലക്ക്. മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അവ ജിബ്രീൽ എന്ന മലക്കിന് വേണ്ടി നമ്മൾ ദുആരക്കണം. നമ്മുടെ ദുആ കൊണ്ട് ജിബ്രീൽ രക്ഷപ്പെടാൻ വേണ്ടിയില്ല. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ആ ദുആ കൊണ്ട് നമ്മളാണ് രക്ഷപ്പെടുക. നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് അല്ലാഹു തആല തരുമെന്നാണ്. എന്തുമാവട്ടെ, ഏതാണ് ആ സ്വലാത്ത്? ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. ഇതാണ് ആ സ്വലാത്ത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, പതുക്കെ പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. അർത്ഥം നോക്കിയാലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണേ അല്ലാഹ്. നബിക്കും നബി തങ്ങളുടെ കുടുംബത്തിനും കൊടുക്കണം. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുവേ, ആകാശലോകത്തിലുള്ള സൃഷ്ടിജാലങ്ങളുണ്ട്, ആകാശത്തുള്ള ഒരുപാട് മലക്കുകൾ ജിന്നുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ നേതാവാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ജിബ്രീല അദദ തുറാബി വൽ മാ. അള്ളാഹു നീ സൃഷ്ടിച്ചിട്ടുള്ള മണ്ണ്, വെള്ളം, അതിൻ്റെയൊക്കെ എണ്ണത്തിനനുസരിച്ച് ഞങ്ങളുടെ നേതാവാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറഞ്ഞാലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. ഇന്നത്തെ ദിവസം ഒരു 7 വട്ടമെങ്കിലും ചുരുങ്ങിയത് ഇത് പറയുക. എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും ഇത് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് മരിച്ച ഖബറിലേക്ക് ചെല്ലുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും 70,000 മലക്കുകളും നമുക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ സമ്മാനവുമായിട്ട് നമ്മുടെ ഖബറിലേക്ക് വരുമെന്നാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും റാഹത്തും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പേരെടുത്ത് പറഞ്ഞ് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ, ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിൻ്റെ താഴെ കമൻ്റ് എഴുതുന്നവർ, കമൻ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും ഒക്കെ ഏറ്റമേറ്റം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കത്ത് നമുക്ക് ജീവിതത്തിൽ അല്ലാഹു തആല തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.